ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുരുഷന് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇഷ്ടമാണോ അല്ലേ എന്നറിയണ്ടേ? വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കാനുള്ള, അവരെ മീൻസ് നിങ്ങളെ മനസ്സിലാക്കാനുള്ള എഫേർട്ട് അവരെടുക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, നിങ്ങളുടെ തോട്ട്സ്, ഫീലിങ്സ്, കാഴ്ചപ്പാടുകൾ, പിന്നെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ആ പുരുഷനിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. സൈൻ മാത്രമല്ല, അത്തരത്തിലുള്ള പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് ഉറപ്പിക്കാം. ഇനി അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെയൊക്കെയാണോ ഇഷ്ടമുള്ളത് അവരോടൊപ്പമൊക്കെ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിലാക്കി എടുക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നല്ല ക്ലോസ് ആണോ നിങ്ങളുടെ ഹസ്ബൻഡ്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധമാണോ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. എസ്പെഷ്യലി ലോങ് ടേം ഗോൾസ് ഒക്കെ ആ ഡിസ്കഷൻ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഭാവിയിലും താങ്കൾ എൻ്റെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം. സോ അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ടോ? നെക്സ്റ്റ് 6 മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് 1 ഇയർ അല്ലെങ്കിൽ അടുത്ത വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ചയിൽ വരാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ കമ്മിറ്റഡ് ആണ്, നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അതെങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുക? ഒന്ന്, ആ വ്യക്തി നന്നായിട്ട് ലിസൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളെ കേൾക്കാൻ തയ്യാറുള്ള വ്യക്തിയാണോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എഫേർട്ട്, സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ടോ. അത് നൽകുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ആ വ്യക്തി ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ടുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ 5 പോയിന്റ്സ് ഒന്ന് നോക്കുക. ഈ 5 പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെ തീവ്രമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. ഓക്കെ, തിരിച്ച് നിങ്ങളും അതുപോലെ അങ്ങോട്ട് സ്നേഹിക്കുക, കെയർ ചെയ്യുക. വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് പറയുക, സൊല്യൂഷൻ കേൾക്കുക, അതുപോലെ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.